സ്ത്രീകളുടെ പീരീഡ്സിൻ്റെ സമയത്തുള്ളൊരു പെയിൻ, അസഹ്യമായിട്ടുള്ള വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആയുർവേദ ടിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാമത്തെ ഒരു കാര്യം, ഇഞ്ചിയും കുരുമുളകും ചേർത്തിട്ടുള്ള നമുക്ക് ടീ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, അത് വളരെയധികം നല്ലതാണ്. ജിഞ്ചർ എന്നുള്ളത് ഒരു പരിധി വരെ പെയിൻ റിലീവിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു ചായ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ജീരകം, അയമോദകം അത് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് അത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിനകത്ത് കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ജീരകവും അയമോദകവും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വരാം. തണ്ണിമത്തൻ നല്ലതാണ്. തണ്ണിമത്തൻ്റെ വാട്ടർമെലൺ ജ്യൂസ് അല്ലെങ്കിൽ തണ്ണിമത്തൻ റോ ആയിട്ട് കഴിക്കുക എന്നുള്ളതെല്ലാം തന്നെ നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഭയങ്കര സ്പൈസി ആയിട്ടുള്ളത്, ചൂടുള്ള ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ നോൺ വെജ്, ഹെവി നോൺ വെജ് ഒക്കെ എസ്പെഷ്യലി പീരീഡ്സിൻ്റെ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതാണ്. വേറെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് നല്ലെണ്ണ എടുത്തിട്ട് നമ്മുടെ ലോവർ അബ്ഡോമിനിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഹോട്ട് ബാഗോ അല്ലെങ്കിൽ ചൂട് വയ്ക്കുക എന്നുള്ളത് വളരെയധികം സഡൻ ആയിട്ടുള്ളൊരു പെയിൻ റിലീവിങ്ങിനും ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ നമുക്ക് ബ്രീതിങ് എക്സസൈസുകളും വലിയ എക്സസൈസുകളൊന്നുമല്ല, റെസ്റ്റ് എടുത്തിട്ട് ചെറിയ ബ്രീതിങ് എക്സസൈസുകൾ, ചെറിയ യോഗാസനാസൊക്കെ ആ ഒരു സമയത്ത് പെയിനിനെ മാനേജ് ചെയ്യാൻ നല്ലതാണ്. സോ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ടാബ്ലറ്റ്സിനകത്തേക്കൊക്കെ പോവാതെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരീഡ് ടൈം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്.